വരും 1500 റുപ്യക്ക് 2950 സ്ക്വയർ ഫീറ്റിന്റെ വീടും 15 സെന്റ് സ്ഥലമാണ് നിങ്ങൾക്ക് വരും. കണ്ടോ, ഇതാണ് ആ മുതല്. ഞാനാണെങ്കിൽ ഒരു കണ്ണിന് ആദ്യം സുഖമില്ലാത്ത ആളാണ്. പിന്നെ ഇപ്പോൾ മറ്റേ കണ്ണിനും ബ്ലോക്ക് ആകുമ്പോൾ എന്ന് പറഞ്ഞ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഇനി എനിക്ക് ആഴ്ച തിരിച്ച് കിട്ടൂല എന്ന് പറഞ്ഞ്. പിന്നെ വീട്ടിൽ കടക്കാർ വന്ന് എൻ്റെ വീട്ടുകാരെയും ഇങ്ങനെ ശല്യം ചെയ്യാണ്. പിന്നെ ബാങ്ക് ലോണ് ജപ്തി പ്രശ്നങ്ങളായിട്ട് വന്ന്. അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ്. പിന്നെ ഷിയാബ്ക്കാക്ക് വേറെ ജോലിക്കോ കാര്യത്തിനോ പോകാൻ കഴിയൂല, ആൾക്ക് കാഴ്ച ഇല്ലാത്തൊരു ആളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഇതിന്റെ ഓണറോട് തന്നെ ചോദിച്ചു നോക്കാം. വരി, ഇതാണ് നമ്മളെ വീടിന്റെ ഓണർ ഷിഹാബ്ക്ക. അപ്പൊ ഷിഹാബ്ക്ക, എന്താണ് നമ്മൾ ഇത്രയും വലിയൊരു വീടും ഈ സ്ഥലമൊക്കെ ഇങ്ങനെ ലക്കി ഡ്രോ ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ കാരണം? നമ്മള് വീട് കുറെ വിൽക്കാൻ നോക്കി, അപ്പൊ അത് വിറ്റ് പോണില്ല. പിന്നെ ബാങ്ക് ലോണ് ജപ്തി പ്രശ്നങ്ങളായിട്ട് വന്ന് പുറത്ത് കുറെ കടങ്ങളുണ്ട്. അങ്ങനൊക്കെ കൂടി ആയപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത്. അത്രയും കുടുങ്ങിയിട്ട് പിന്നെ വീട്ടിൽ കടക്കാർ വന്ന് എൻ്റെ വീട്ടുകാരെയും ഇങ്ങനെ ശല്യം ചെയ്യാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയെങ്കിലും ആയിട്ട് ലക്കി ഡ്രോ ആയി കൊടുത്തിട്ട് വീട് നമ്മൾ പൊരുത്തപ്പെട്ടിട്ട് എൻ്റെ ടിക്കറ്റ് എടുക്കണവനും പൊരുത്തപ്പെട്ട് എനിക്ക് തന്നിട്ട് ഞാനിത് കൊടുക്കാന്നുള്ള പരിപാടിയിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ 3 കുട്ടികളും ഒക്കെ ബുദ്ധിമുട്ടിലാണ് എൻ്റെ ഒരു കാരണത്താൽ. ഈ ഒരു ലോണ് പുറത്ത് കടങ്ങളൊക്കെ കൂടി ആയ ഒരു വിഷയത്തിനാല. അപ്പം അങ്ങനെ കൊടുക്കാന്നുള്ള ഒരു ഇതാണുള്ളത്. ഞാനാണെങ്കിൽ ഒരു കണ്ണിന് ആദ്യം സുഖമില്ലാത്ത ആളാണ്. പിന്നെ ഇപ്പോൾ മറ്റേ കണ്ണിനും ബ്ലോക്ക് ആകുമ്പോൾ എന്ന് പറഞ്ഞ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഇനി എനിക്ക് ആഴ്ച തിരിച്ച് കിട്ടൂല എന്ന് പറഞ്ഞ്. അപ്പം എന്നെ കൊണ്ടൊരു ജോലിക്ക് ഇതിനൊന്നും പോകാൻ പറ്റില്ല. അപ്പം എല്ലാവരെ കൊണ്ടും കഴിയുന്നമാതിരി എന്നെ സഹായിക്കുക. ടിക്കറ്റ് എടുത്തിട്ട് സഹായിക്കണോല് ടിക്കറ്റ് എടുത്ത് സഹായിക്കുക, അല്ലാത്തവര് ഇന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതിൽ സഹായിച്ച് തന്നിട്ട് ഇനി കടത്തുനിന്ന് രക്ഷപ്പെടുത്തി തരാം. അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഷിഹാബ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആള് ഇതുപോലെ ലോൺ എടുത്ത് ഇതുപോലെ കടത്തിലായി, ഇപ്പൊ ജപ്തിയാണ്. അതുപോലെ പിന്നെ വേറെയും കുറെ കടങ്ങൾ കൊടുക്കാണ്ട്. അപ്പോൾ വീട്ടുകാരെയും അതുപോലെ എല്ലാവരെയും ആളുകൾ വന്ന് ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ്. പിന്നെ ഷിഹാബ്ക്കാക്ക് വേറെ ജോലിക്കോ കാര്യത്തിനോ പോകാൻ കഴിയൂല, ആൾക്ക് കാഴ്ച ഇല്ലാത്തൊരു ആളാണ്. അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ ഇതൊരു ലക്കി ഡ്രോ ആയിട്ട് മാത്രം കാണണ്ട. നമ്മളിപ്പോൾ കടത്തിൽ കുടുങ്ങിയ അതുപോലെ പൈസക്ക് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാളെ സഹായിക്കുക എന്നതുകൂടിയാണ് നമ്മളിതിൽ കരുതേണ്ടത്. അപ്പോൾ ഒരു ലക്കി ഡ്രോ മാത്രമായിട്ട്, ലക്കി ഡ്രോയിലൂടെ ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അല്ലാതെ നമ്മുടെ ഷിഹാബ്ക്കാനെ സഹായിക്കാൻ മനസ്സുള്ളവർക്ക് അങ്ങനെയും സഹായിക്കാം. അപ്പോൾ ഇതിനെ ഒരു ലക്കി ഡ്രോ മാത്രമായിട്ട് കണ്ട. അപ്പോൾ ഷിഹാബ്ക്ക, നമ്മളിപ്പോൾ ഇത് ലക്കി ഡ്രോ നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് എന്നാണ് ഇതിന്റെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഇത് വിചാരിച്ചിട്ടുള്ളത് ജൂലൈ 27-നാണ്. ജൂലൈ 27. അത് നമ്മൾ ഇവിടെ നാട്ടിലുള്ള